സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. അപ്പൊ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യകതയായിട്ട് മാറുകയാണ് മതപരമായ വോട്ടുകളാണ് തങ്ങളുടെ നിലനിൽപ്പ് എന്നുള്ളത്. മതപരമായ വോട്ടുകൾ തങ്ങളുടെ നിലനിൽപ്പാണെന്നും തങ്ങളുടെ അധികാരം നിലനിർത്തുന്നത് ഇവിടുത്തെ മതമാണെന്നും തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇതര സമുദായങ്ങളെ അവരുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അവര് തിരിച്ചും ആക്രമിക്കാൻ തുടങ്ങും. അതാണ് നമ്മൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. BJP സുഹൃത്തുക്കളെ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അഖിൽമാരാണ് BJP-കാരനായ BJP-ക്ക് വേണ്ടി ഇപ്പൊ മത്സരിക്കാൻ ഇറങ്ങിയ മോദിയെ കണ്ടിടത്തെല്ലാം വെച്ചിട്ട് പുകഴ്ത്തി പറയുന്ന ഈ അഖിൽമാർക്ക് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ആയിരുന്നില്ല അഭിപ്രായം. ഇയാളൊരു സംഘി വിരുദ്ധനായിരുന്നു, ഇയാളൊരു BJP വിരുദ്ധനായിരുന്നു. മോദിജിയെ കണക്കറ്റ് പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു ഈ അഖിൽമാരാറ്. ഇപ്പൊ എന്ത് കിട്ടിയിട്ടാണ് ഇപ്പോ ഇവരൊപ്പം നിൽക്കുന്നത്, മത്സരിക്കുന്നത് എനിക്ക് വലിയ പിടുത്തമില്ല. ഇദ്ദേഹം പറയുന്ന വാക്കിൽ ഒരു വിലയില്ലാത്ത മനുഷ്യനാണ്. പറയുന്ന വാക്കിനോ ആ വാക്ക് പറയുന്ന ആ ശരീരത്തിനോടോ ഒരല്പമെങ്കിലും ഒരു ബഹുമാനം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇയാൾ BJP-ക്കൊപ്പം പോവില്ല. സീറ്റ് കിട്ടിയില്ല കോൺഗ്രസിൽ എന്നതിനാൽ മാത്രം BJP-യോടൊപ്പം പോയി എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. നോക്കിക്കോളൂ, ഇയാളെ സംസാരം കേൾക്ക്. വളർച്ചയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കപ്പെട്ടത്. ഭീകരമായ വിഭാഗീയത. അപ്പൊ അതായത് ഇപ്പം BJP-ക്കാർ പോയിട്ട് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കുമെന്നോ അവരെ കൊല്ലുമെന്നോ എന്നുള്ളതൊന്നും അല്ല. പക്ഷെ രണ്ടുപേർ തമ്മിൽ കാണുമ്പോൾ സംശയത്തിന്റെ കണ്ണോട് കൂടിയിട്ട് നോക്കാൻ തുടങ്ങും. വെട്ടിച്ചത് BJP-ആണ്. എനിക്ക് BJP-യോട് അവരുടെ ഭരണപരമായ കാര്യങ്ങളിലോ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലോ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന തീരുമാനങ്ങളിലോ ഒന്നും എതിർപ്പില്ലെന്ന് മാത്രമല്ല ഭയങ്കര സന്തോഷം, ഭയങ്കര സപ്പോർട്ടുമാണ്. പക്ഷെ ഈ സൃഷ്ടിക്കുന്ന വിഭാഗീയത ഉണ്ടല്ലോ, അത് ഭീകരമായിട്ടാണ്. അത് ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ചെന്ന് അവസാനിക്കുന്നത് മതപരമായിട്ടുള്ള ഭിന്നിപ്പിന്റെ. ഇയാൾ പറയുന്നത് BJP അത് ഭീകരമായിട്ട് മതപരമായിട്ടുള്ള ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അധികാരത്തിൽ കയറി അന്നു മുതൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് രാജ്യത്തെ നശിപ്പിച്ച് പണ്ടാറടക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത് ഈ അഖിൽമാരാറാണ്. ഇങ്ങനെ നിലപാടില്ലാത്ത അഖിൽമാരാർ, BJP ശരിയില്ല, BJP വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞ അഖിൽമാരാർ, ഈ ചങ്ങാതി തന്നെ പിന്നീട് സംസാരിക്കുന്ന വർത്തമാനം ഒന്ന് കേൾക്കണം കേട്ടോ. ഗ്യാസ് എല്ലാവർക്കും വേണമെന്ന് പറയുന്നത് വിറകൊടിച്ചുകൊണ്ട് വന്ന് കാട്ടിൽ പോയി വിറകൊടിച്ചുകൊണ്ട് വരാൻ വേണ്ടി കാട്ടിൽ പോകുന്ന എവിടെയാടാ കാട്? ചിലപ്പോൾ തിരിച്ചു വരാൻ പോലും പറ്റത്തില്ല. വല്ല പുലി പിടിച്ചോ മറ്റെന്തെങ്കിലും പരിക്ക് പറ്റിയോ ചിലപ്പോൾ അത് വഴി വീണ് കിടക്കും. അപ്പൊ ആ സ്ത്രീക്ക് ഇനി വീട്ടിൽ ഗ്യാസ് കൊടുക്കണം. ഇതൊക്കെയാണ് നരേന്ദ്രമോദി ആദ്യം പറഞ്ഞത്. അല്ലാതെ ഈ ലോകത്തെ എടുത്ത് മലമറിക്കുന്ന വികസനങ്ങൾ ഇവിടെ ചെയ്യുമെന്നല്ല. അപ്പൊ അത് പറഞ്ഞ പ്രധാനമന്ത്രി അത് പറയുമ്പോ ഇവിടെ കേരളത്തിൽ കിടന്ന് പരിഹസിക്കുക. പെട്രോളിന് വില കൂടിയെന്ന്. എന്താ യവന്റെ ആവശ്യം? എന്താ യവൻ 250 cc ബൈക്ക് എടുത്ത് വെച്ചിട്ട് ഇവന് 35 മൈലേജേ ഉള്ളൂ. ഇവന്റെ കയ്യിൽ കാശ്. അവൻ എന്നാലും 1 രൂപ 2 രൂപ പെട്രോളിന് കൂടിയപ്പോഴത്തേക്ക് ഇവന് കുഴപ്പം. എങ്ങനെയുണ്ട്? 1 രൂപ 2 രൂപ പെട്രോളിന് വില കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ട് അഖിൽമാരാരെ. ഒരു മാസം 2 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷമൊക്കെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അഖിൽമാരാർക്ക് 1 രൂപയോ 2 രൂപയോ പെട്രോളിനോ ഡീസലിനോ വില കൂടിയത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരു ദിവസം നീക്കിയിരിക്കാൻ വെറും 100 രൂപ മാത്രം കയ്യിലുള്ള ആൾക്ക് ചിലപ്പോ അതൊരു വലിയ വിഷയമായിരിക്കും. അഖിൽമാരാറിനത് വിഷയമില്ല. അഖിൽമാരെ ചിന്തിക്കുന്ന മുഴുവൻ ഒരു പണക്കാരുടെ ഒരു സെറ്റപ്പിൽ വെച്ചിട്ടാണ്. കുറച്ച് ഉയർന്ന അത്യാവശ്യമുള്ള മിഡിൽ ക്ലാസ് ഒന്നല്ല കേട്ടോ, ഒരു ഹൈ ക്ലാസ് ലെവൽ വെച്ചിൽ മാത്രമാണ് അഖിൽമാരെ ചിന്തിക്കുന്നത്. അതിന് താഴത്തേക്ക് അഖിൽമാരൊന്നും ചിന്തിക്കുന്നില്ല. എന്തായാലും അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് ഇപ്പോൾ അഖിൽമാരർ എത്തിയിട്ടുള്ളതാണ്. നിലപാട് എന്ന് പറയുന്ന സാധനം 5 പൈസയ്ക്ക് കയ്യിലില്ലാത്ത മനുഷ്യൻ എന്നല്ലാതെ വേറെ നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയായിരുന്നില്ല. മറിച്ച് തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ 2020 എന്ന ഞാൻ പുറന്നറിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ സിനിമയിൽ നിന്നുള്ളവരും സീരിയലിൽ നിന്നുള്ളവരും ഒക്കെ സ്ഥാനാർത്ഥികളായി മാറുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ വലിയ രീതിയിൽ അത് പരിഹാസ്യ രൂപേണ പല ആൾക്കാരും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും കൊണ്ടാടുന്നത് കണ്ടു. വ്യക്തിപരമായിട്ട് ബിഗ് ബോസ് വിജയായി അഖിൽമാരാർക്ക് മത്സരിക്കാൻ എന്താണ് യോഗ്യത എന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം പേർ പറയുന്നത് കണ്ടു. അപ്പൊ ഞാൻ ആ പല ചോദ്യങ്ങൾക്കും പല ആൾക്കാരുടെ ചർച്ചകൾക്കും ഒരു മറുപടി എന്നോണം ഞാൻ പറഞ്ഞതാണ്. എന്താണ് അങ്ങനെയാണെങ്കിൽ രമേശ് പിഷാരടിയുടെ യോഗ്യത ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. എന്തായാലും കണ്ടില്ലേ, അഖിൽമാരാര്
പിഷാരടിക്ക് കൊടുത്തു, പിഷാരടി അതിന്റെ ഇരട്ടി അഖിൽമാരാർക്ക് കൊടുത്തു. അഖിൽമാരാർക്ക് തൃപ്തിയായി, പിന്നൊന്നും മിണ്ടുന്നില്ല, കിടന്ന് റോള പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സുഹൃത്തുക്കളെ ഇവൻ്റെയൊക്കെ രാഷ്ട്രീയ മാന്യത, അല്ലെങ്കിൽ ഇവരുടെ രാഷ്ട്രീയ നിലപാട്. ഒരു സമയത്ത് ശക്തമായിട്ട് BJPക്കെതിരെ പോരാടുകയും സോഷ്യൽ മീഡിയയിലിട്ടാ, പുറത്തല്ലേ സമരം വിളിക്കാന്നല്ല, സോഷ്യൽ മീഡിയയിൽ എഴുതി പോരാടുക, വീഡിയോ ഇട്ട് പോരാടുക, അങ്ങനെ ഗംഭീരമായിട്ട് പോരാടുകയും പിന്നീടിപ്പോൾ അധികാരം കിട്ടും, മത്സരിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ, ഇനി പൈസ കിട്ടിയെന്ന് പോലും കൊടുത്തൊന്നുമില്ല, അധികാരം കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ BJPയോടൊപ്പം മത്സരിക്കാൻ ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. ഉളുപ്പ് വേണ്ട അല്പം അല്ലേ? അല്ലെങ്കിൽ ഉളുപ്പുള്ള ഏതെങ്കിലും കുളത്തിലെങ്കിലും പോയിട്ട് കുളിക്കണ്ടേ? ഞാൻ നിർത്തുന്നു. ബൈ.